ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കിയയുടെ ലൈനപ്പിൽ പുതിയൊരു വാഹനമായ കിയ സിറോസ് ആണ്. ഇവിടെ കിയയുടെ ആ ഒരു വലിയ ലോഗോ നമുക്കിവിടെ കാണാം. സിറോസ് എന്നുള്ള ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ ചെറിയ ഒരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് നമുക്കിവിടെ ബോൺസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്റ്റാർലാം LED DRLാണ് കൊടുത്തിട്ടുള്ളത്. ഐസ് ക്യൂബ് പോലെയാണ് നമ്മുടെ LED ഹെഡ് ലാംപ്സും കൊടുത്തിട്ടുള്ളത്. സെൻസേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഒരു ക്യാമറ നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട്. ആക്ച്വലി ഇത് HTX+ ഓപ്ഷനിലാണ്. അതിൽ 360 ക്യാമറ ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ലെവൽ 2 ADAS ഫീച്ചേഴ്സിൻ്റെ ആ ഒരു പ്ലേറ്റിംഗ് നമുക്ക് അവിടെ കാണാം. സ്ക്രിപ്റ്റ് പ്ലേറ്റും കാര്യമെല്ലാം അവിടെ കാണുന്നുണ്ട്. 17 ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻഡിക്കേറ്റേഴ്സ് കാര്യമെല്ലാം മിററിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലഷ് ലൈൻ ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനിവിടെ അഡ്വഞ്ചർ എന്നുള്ളൊരു പാക്കിംഗ് ചെറിയൊരു ബാഡ്ജിങ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. 45 ലിറ്റേഴ്സാണ് നമ്മുടെ ഈ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ആൻഡ് റിയറിൽ നമുക്ക് ആ ഒരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് DRL. അതിനിവിടെ റിയർ ലൈറ്റ്സും കാര്യമെല്ലാം നമുക്ക് ഇവിടെയാണ് വന്നിട്ടുള്ളത്. സിറോസ് എന്നുള്ള ബാഡ്ജിങ് അവിടെ കാണുന്നുണ്ട്. കിയയുടെ ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് എന്നുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ആണ് എന്ന് സൂചിപ്പിക്കുന്ന ആളുകൾ കൊടുത്തിട്ടുള്ളത്. ഒരു ഷാർപ്പിൻ ആൻറ്റിന, അതുപോലെ തന്നെ ചെറിയ സ്പോയിലർ കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. ഡീഫോഗർ ലൈൻസും കാര്യങ്ങളും നമുക്ക് അവിടെ കാണുന്നുണ്ട്. ഒരു ക്യാമറ നമുക്ക് ഇവിടെ കാണാം. ബൂട്ട് ഓപ്പൺ ചെയ്താൽ 455 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ആൻഡ് ചെറിയ റിവേഴ്സ് ലൈറ്റ്സും കാര്യങ്ങളും നമുക്ക് ഇവിടെയും കാണുന്നുണ്ട്. സെൻസേഴ്സും കാര്യങ്ങളും നമുക്ക് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലാഡിങ് കംപ്ലീറ്റ് അവിടെ കവർ ചെയ്ത് പോകുന്നു. നമുക്ക് റിയർ ബ്ലൈൻഡ് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. വെൻറ്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ബട്ടൺ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ കാണുന്ന സൗണ്ട് സിസ്റ്റം കാണാം. ആൻഡ് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അതുപോലെ തന്നെ റിക്ലൈൻ ചെയ്യാനും നമുക്ക് ഈ ഒരു വാഹനത്തിൽ പറ്റുന്നുണ്ട്. ആൻഡ് സൺറൂഫും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. AC വെൻസ് ഉണ്ട്. അതുപോലെ തന്നെ 2 Type-C USB പോർട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ വിൻഡോ കൺട്രോളിങ്, അതുപോലെ തന്നെ മറ്റ് കൺട്രോളിങ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. 2 ബോട്ടോയുടെ സ്പേസ് ഇവിടെ കാണാം. ചെറിയ സ്പേസ് ഇവിടെ കാണുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് നമ്മുടെ ഈ ഒരു സീറ്റ്സ് കാണുന്നില്ല. ആൻഡ് ഇവിടെ നമുക്ക് കിയയുടെ ആ ഒരു D-കട്ട് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. ആൻഡ് 3 പാർട്ടായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്ക്രീന് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കിവിടെ കാണാം. ആൻഡ് ഇവിടെ ഒരു 12.5, ഇവിടെ ഒരു 5, അതുപോലെ തന്നെ ഇവിടെ വേറെ ആണുള്ളത്. ആൻഡ് ഇവിടെ നമ്മുടെ AC വെൻസിൻ്റെ ഒക്കെയാണ് നമുക്ക് ഇവിടെ കൺട്രോളിങ് വന്നിട്ടുള്ളത്. എനിവേ നല്ലൊരു വാഹനമാണ് നമ്മുടെ ഈ ഒരു കിയ സിറോസ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വാഹനത്തെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.